ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണാമല്ലേ? അപ്പോൾ ഇത് രാവിലെ മക്കളൊക്കെ മദ്രസയിലേക്ക് പോയിട്ട് ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാനിതാ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പൂച്ച ഉണ്ടല്ലോ, അത് ഞങ്ങളെ പൊന്നുമാണ് കേട്ടോ. ഇത് മക്കൾ പേരിട്ടതാണ്. അവനല്ല അവള് ആര് വാതിൽ തുറന്നാലും അപ്പോൾ ഓടി വരും കേട്ടോ. അവൾക്ക് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ ചായ കുടിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ടായിരുന്നു. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇന്നലത്തെ ചോറും അതേപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇന്നലത്തെ പത്തിരിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ അടുക്കളയ്ക്ക് ഒരു റെസ്റ്റ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മോറാൻ വേണ്ടി എടുത്തിട്ട് വീതനൊക്കെ ഒന്ന് തോത്തി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ക്ലീനിങ് ഒക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഈ അടുക്കളയിൽ പണിയില്ലാത്ത ദിവസമാണല്ലോ നമുക്ക് ഇങ്ങനത്തെ ഓരോ പണിക്കൊക്കെ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഒരുപാട് നേരം എടുക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോഴത്തേന് തന്നെ സമയം പോയത് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിതാ വീതനൻ്റെ ഉള്ളൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ കരുതുന്നു, അധികം വല്ലാതൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് തട്ടുന്നത് നല്ലതല്ലേ. പിന്നെ ഞാനിതാ അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തീ കത്തിക്കാത്തുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ പറ്റുക. പിന്നെ എന്തായാലും കത്തിച്ചിട്ടില്ലല്ലോ. ഇന്നലെ ഞങ്ങൾ ബിരിയാണി എന്നൊക്കെ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്മേൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് മോറി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, എന്നാലും പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ പത്തിരി ആയിരുന്നല്ലോ, ഒന്ന് ആവി കയറ്റി എടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കറിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയൊന്ന് കഴിച്ചു നോക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല, മക്കൾക്കും അല്ലാതൊന്നും ഇഷ്ടമായില്ല കേട്ടോ. എന്നാലും അങ്ങ് കഴിച്ചു. ഇനിയിപ്പോൾ ഇതാ സിങ്കൊക്കെ ഒന്ന് ഉരച്ച് നന്നാക്കി എടുക്കാണ്ട്. പിന്നെ ഇന്നലെ ബിരിയാണി വെച്ച ചെമ്പും കുടുക്കൊക്കെ ഉണ്ട് കേട്ടോ മോറാൻ. അതൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചേക്കാണ് അവിടെ നിന്ന് മോറാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ സിങ്കൊക്കെ ഞാൻ നന്നായിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പാത്രം മോറലും വീതനൊക്കെ അടിച്ച് തോത്തി മിനുക്കി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുടുക്കിയും ചെമ്പും എല്ലാം ഞാൻ മോറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് അച്ചാറിടാൻ വേണ്ടി മൂത്തച്ഛൻ തന്നതായിരുന്നു. പക്ഷേ അതൊന്ന് ചെനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. ചെനച്ചിക്കാന്ന് മാത്രമല്ല മധുരം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് നുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 മാങ്ങയായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മക്കൾ ഉപ്പും കുരുമുളകും പൊടി ഇട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ അങ്ങനെ ഇട്ടുകാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഞാൻ അരിയാന്ന് വിചാരിച്ച് അതിനുള്ള മടി കൊണ്ട് ഞാനത് നീളത്തിൽ അങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ അവർക്ക് അതൊക്കെ ആവശ്യമായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ സ്കൂളിട്ട് വന്നാൽ പറയും മക്കൾ, അവൾ ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുവന്നീനു, അല്ലെങ്കിൽ അവൾ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുവന്നീനു, റൂബിക്ക കൊണ്ടുവന്നീനു, അങ്ങനെ ആയിരിക്കും കേട്ടോ ദിവസം വന്നുള്ള പറച്ചിൽ. അപ്പോൾ പിന്നെ ആ പരാതി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാങ്ങ എന്തായാലും ഉപ്പിലിട്ട് വെക്കാന്ന് കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിത് നമ്മുടെ വാഷ് ബേസും ഒക്കെ ഒന്ന് മോറി എടുക്കുന്നുണ്ട്. അപ്പോൾ റിതു എൻ്റെ കൂടെ തന്നെ ഇട്ടോ. പിന്നെ ഇതാ നമ്മളെ മേശയും കൂടെ ഒക്കെ ഒന്ന് തോത്തിയെടുത്തു. അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ പാത്തുമ്മ എനിക്ക് അടിച്ച് തരും കേട്ടോ. അവൻ അങ്ങനെ കേട്ടോ, അവൻ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ എൻ്റെ കൂടെ എടുത്ത് തരും കേട്ടോ. പിന്നെ ഞാൻ വിരിപ്പൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചെടുത്ത് അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരുമ്പാളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കിക്കാണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ തോരട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ചോറ് ഒന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ആവി കയറ്റി വെച്ചു. പിന്നെ അത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. വൈകുന്നേരം ഇതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ കടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും വെറുതെ ചായ അങ്ങ് വെച്ചു കേട്ടോ. അങ്ങനെ മക്കളൊക്കെ മുറ്റത്ത് നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതാ വൈകുന്നേരത്തിനുള്ള ചോറും കൂടെ അങ്ങ് കുക്കറിൽ വെച്ചു. വൈകുന്നേരം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് സ്കൂൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകണം. അപ്പോൾ നല്ല മഴക്കാറും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അപ്പോൾ ഒരു 2-3 തുണികൾ ഇതാ അങ്ങോട്ട് താഴേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ എടുക്കും എന്നിങ്ങനെ
നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു കോലൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് എടുക്കുകയാണ് കേട്ടോ. എൻ്റെ തലയിലെ കെട്ടൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം ഞാൻ മുടി മേലൊക്കെ ഒന്നായിട്ട് പിടിച്ച് കെട്ടിയതാണ് കേട്ടോ. കാരണം ചൂടുകൊണ്ട് എനിക്കങ്ങനെ കെട്ടിയാലൊരു സമാധാനമുള്ളൂ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പൊറുതിയേടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ തോണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പുറത്ത് മക്കൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ താത്ത അങ്ങനെ എന്നോട് വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും ഇന്നലത്തെ ഒരു സമൂസ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അങ്ങ് എടുത്ത് ഞാനങ്ങ് ചായ അടിച്ചു കേട്ടോ. പിന്നെ മക്കൾക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നലത്തെ ആണല്ലോ, ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് ഒന്നും വരുത്തണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരോ.